ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അശ്ശഅറുൽ ജാഹിലി, ജാഹിലിയ കാലത്തെ കവിതകൾ. അശ്ശഅറു കവിത അഖ്വാ ഖിസ്മിൻ മിൻ അഖ്സാമിൽ അദബിൽ ജാഹിലി, ജാഹിലിയ സാഹിത്യ വിഭാഗങ്ങളിൽ നിന്നും ഏറ്റവും ശക്തമായ ഒരു വിഭാഗമാണ് കവിതകൾ. വഹുവ ദീവാനുൽ അറബ്. വസഖ അശ്ശഅറുൽ ജാഹിലി, ജാഹിലിയ കവിത അടയാളപ്പെടുത്തി അല്ലെങ്കിൽ രേഖപ്പെടുത്തി ഹയാത്തൽ അറബി, അറബികളുടെ ജീവിതത്തെ, ഖദീമൻ പുരാതനമായ പഴയ ജീവിതത്തെ, വ തഖാലീദഹും അവരുടെ പാരമ്പര്യങ്ങളെ, വ മആരിക്കഹും അവരുടെ യുദ്ധങ്ങളെ, വ വസഫ അത് വിശേഷിപ്പിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ വിശേഷങ്ങൾ പറഞ്ഞു തന്നു, അല്ലെങ്കിൽ വിശേഷണങ്ങൾ പറഞ്ഞു തന്നു. തബീഅത ഹയാത്തിൽ ബിഅത്തിൽ ജാഹിലിയ, തബീഅത ഹയാത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ രീതിയെ, അൽ ബിഅത്തിൽ ജാഹിലിയ, ജാഹിലിയ പരിതസ്ഥിതിയിലെ ജീവിത രീതി, അതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നു. ഏത് കവിത? നെക്സ്റ്റ് പോയിന്റ്, നശഅ അശ്ശഅറുൽ ജാഹിലി, ജാഹിലി ഷെഅർ ഉടലെടുത്തത്, അത് വളർന്നത്, ജാഹിലിയ കവിത ബിവാദി നജ്ദിൻ, വാദി നജ്ദിലാണ്, വൽ ഹിജാസ്, ഹിജാസിലുമാണ്, വൽ മനാത്തിഖിൽ മുഹീത്തതി ബിഹ, അതിനെ വലയം ചെയ്തു നിൽക്കുന്ന അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള പ്രദേശങ്ങൾ, മനാത്തിഖാറ പ്രദേശങ്ങൾ, അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള പ്രദേശങ്ങൾ, മിൻ ഷിമാലിൽ ജസീറത്തിൽ അറബിയ, അറേബ്യൻ ഉപദ്വീപിൻ്റെ വടക്ക് ഭാഗത്തുള്ള. നെക്സ്റ്റ് പോയിന്റ്, മീസാത്തു ഷെഅറിൽ ജാഹിലി, ജാഹിലിയ ഷെഅറിൻ്റെ വിശേഷങ്ങൾ, വിശേഷതകൾ, സവിശേഷത. എന്തൊക്കെയാണ് അതിൻ്റെ സവിശേഷത? ഒന്ന്, അൽ വാഖഇയ, യാഥാർത്ഥ്യബോധം, യാഥാർത്ഥ്യബോധത്തോടെയുള്ളതായിരിക്കും. എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് അന്നശാഇറ യസിഫുൽ അഷ്യാ കമാ യറഹ ഹഖീഖതൻ, ശരിക്ക് കാണുന്നത് പോലെയാണ് ഒരു കവി കാര്യങ്ങളെ വിവരിക്കുന്നത്. അതാണ് യാഥാർത്ഥ്യബോധത്തോടെയുള്ള എന്നർത്ഥത്തിൽ വരുന്ന വാഖഇയത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ജാഹിലിയ കവിതയുടെ ഒരു പ്രത്യേകതയാണ്. കാണുന്നത് പോലെ ആയിരിക്കും, നേർക്കുനേരെ കാണുന്നത് പോലെ ആയിരിക്കും കവികൾ പറയാം. അതാണ് വാഖഇയത്ത്, യാഥാർത്ഥ്യബോധം. വവസ്ഫുൽ അത്ലാൽ, അത്ലാലിനെ വിശേഷിപ്പിക്കൽ. അത്ലാൽ എന്ന് പറഞ്ഞെങ്കിൽ അവശിഷ്ടങ്ങൾ, അതായത് വീടുകൾ, അതുപോലെ തമ്പുകൾ, അവർ താമസിച്ചിരുന്ന ഇടങ്ങൾ, ഇതൊക്കെ ഉപേക്ഷിച്ച് പോയതിൻ്റെ ശേഷം, അതൊക്കെ നാമാവശേഷമായി പോയതിൻ്റെ ശേഷം, നശിച്ചു പോയതിൻ്റെ ശേഷം അവിടെ ഉള്ള അവശിഷ്ടങ്ങൾ, അതിനെക്കുറിച്ച് അവർ കവിതകളിൽ പറയും. അതാണ് വസ്ഫുൽ അത്ലാൽ, അത്ലാലിനെ, അവശിഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ. വ തനവുഉൽ മൗദുആത്തി, വിഷയ വൈവിധ്യം. വൽ അസാല, മൗലികത. വൽ ആതിഫത്തു സാദിഖ, സത്യസന്ധമായ വികാരങ്ങൾ. വ ജമാലുൽ ലുഗ, ഭാഷയുടെ സൗന്ദര്യം. വസ്സുവറുൽ ബലാഗിയ, ബലാഗത്തിൻ്റെ രൂപങ്ങൾ. ഇതൊക്കെയാണ് മീസാത്തു ഷെഅറിൽ ജാഹിലിയ കവിതയുടെ സവിശേഷതകൾ. അടുത്തത്, അഗ്റാദു ഷെഅറിൽ ജാഹിലി, ജാഹിലിയ കവിതയുടെ ലക്ഷ്യങ്ങൾ. എന്താണ് അതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ ഉദ്ദേശ്യം? അൽ ഫഖ്റു, അഭിമാനം. വൽ ഹമാസ, ധൈര്യം. അൽ ഹിജാർ, പരിഹാസം. അർ റസാ, അനുശോചന ഗീതം. അൽ മദ്ഹ്, പ്രശംസ. അൽ വസ്ഫു, വിശേഷിപ്പിച്ച് പറയൽ, വിശേഷണങ്ങൾ. അൽ ഗസ്ൽ, പ്രേമം. അൽ ഹിക്മ, തത്വജ്ഞാനങ്ങൾ. അപ്പോൾ ജാഹിലിയ കവിതയുടെ ഉദ്ദേശങ്ങളിൽ, ലക്ഷ്യങ്ങളിൽ വരുന്ന ഇതൊക്കെയാണ്. ഓരോരുത്തരും അവരവരുടെ ഗോത്രങ്ങളെ അല്ലെങ്കിൽ വ്യക്തികളെ തന്നെ ഫഖ്ർ, അവരുടെ അഭിമാനം എടുത്ത് പറയുന്ന ഇതുണ്ട്, പിന്നെ പരിഹസിച്ച് പറയുന്നതുണ്ട്, പിന്നെ അതുപോലെ അനുശോചന ഗീതങ്ങളുണ്ട്. ഇങ്ങനെ ഈ പറഞ്ഞതെല്ലാം ഇതിൻ്റെ ലക്ഷ്യങ്ങളാണ്. ഇനി മുഅല്ലഖകൾ എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട്, മുഅല്ലഖാത്ത്. നമ്മുടെ പാഠത്തിൽ അത് വിശദീകരിച്ച് പറയുന്നുണ്ട്. അടുത്ത യൂണിറ്റിൽ
മുഅല്ലഖകളെ പറ്റി കൂടുതൽ സംസാരിക്കും. അൽ മുഅല്ലഖാത്ത് ഹിയ, അത് മുഅല്ലഖകൾ എന്ന് പറഞ്ഞാൽ ഹിയ അത് അജ്വദു നമാദിജി ശഅരിൽ ജാഹിലി, ജാഹിലിയ കവിതയിലെ ഏറ്റവും മികച്ച മാതൃകകളാണ്. അജ്വദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ചത്, നമാദിജർ മാതൃകകൾ. മുഅല്ലഖകൾ എന്ന് പറഞ്ഞാൽ അജ്വദു നമാദിജിൻ, ഏറ്റവും മികച്ച മാതൃകകളാണ് ജാഹിലിയ കവിതയുടെ. വഹിയാത് ഈ മുഅല്ലഖകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഖസായിദു തിവാൽ, നീളമുള്ള കവിതകളായിരിക്കും. മുംതാസ, വ്യതിരിക്തമായ നീളമുള്ള കവിതകൾ. തുസമ്മ അൽ മുഅല്ലഖാത്ത് ഐളൻ, മുഅല്ലഖാത്തിന് പേര് പറയപ്പെടുന്നു അഗൈൻ ബിൽ ഖസായിദിൽ മുഖ്താറ, ഖസായിദു മുഖ്താറ എന്ന് അതിനെ വിളിക്കാറുണ്ട്. വസ്സുമൂത്ത് എന്നതിനെ വിളിക്കാറുണ്ട്. വൽ മുദഖബാത്ത് എന്നും വിളിക്കാറുണ്ട്. ഇതൊക്കെ മുഅല്ലഖകളുടെ പേരുകളാണ്, മുഅല്ലഖകൾ വിളിക്കുന്ന പേരുകളാണ്. ഒല്യഖത്ത് ഹാദിഹിൽ ഖസായിദു തിവാൽ, നീളമുള്ള ഈ കവിതകളെ തൂക്കിയിടപ്പെടുന്നു. എവിടെ? ബി അസ്താരിൽ കഅബത്തി, കഅബയിൽ, കഅബമ വിരിച്ചിട്ടുള്ള തുണികളുണ്ടല്ലോ, ആ തുണികളിൽ ഇത് കൊണ്ടുപോയി കെട്ടിയിടും അല്ലെങ്കിൽ തൂക്കിയിടും. അതായത് മികച്ച കവിതകൾ എഴുതിയിട്ട് അത് മികച്ച കവിതകളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കവിതകളെ കഅബയുടെ തുണികളിൽ, കഅബയുടെ പുതപ്പിച്ചുള്ള തുണി ഉണ്ടല്ലോ, അതുമ്മ കെട്ടിയിടും, അങ്ങനെ തൂക്കിയിടും. അതുകൊണ്ടാണ് തൂക്കിയിടപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഇതിനെ മുഅല്ലഖാത്ത് എന്ന് പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ലിജൗദത്തിഹ, അതിൻ്റെ ഗുണമേന്മ കാരണം, അതിൻ്റെ മേന്മ കാരണം കഅബയുടെ തുണികളിൽ അതിനെ തൂക്കിയിടും. വലിദ, ഇതുകൊണ്ടാണ് സുമിയത്ത് ബിൽ മുഅല്ലഖാത്ത്, മുഅല്ലഖാത്ത് എന്ന് പേര് വന്നത്. സഅമ മുഅല്ലമു റുവാത്തി ശഅരി, കവിതയുടെ റാവികളിൽ നിന്ന് വളരെ വലിയൊരു വിഭാഗം പറയുന്നത്, വാദിച്ചത്, അവർ പറയുന്നത്, സഅമ എന്ന് പറഞ്ഞാൽ വാദിച്ചു എന്നാണ്. ഇതിൽ വലിയ വാദങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏതായാലും അവരുടെ വാദം അന്ന അദദഹ സബ്ഉ ഖസായിദ, അവർ പറയുന്നത് മുഅല്ലഖകൾ 7 ഖസീദകളാണ് എന്നാണ്. ബൈനമാ ഖാൽ, അതേസമയം ഖാലൽ ബഅദുൽ ആഖിർ, വേറെ ചില ആളുകൾ പറഞ്ഞു അന്ന അദദഹ അശ്റുൻ, 10 എന്ന്. അപ്പോൾ മുഅല്ലഖകൾ എത്ര ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ പറയും 7, സബ്ഉൻ 7 എണ്ണാണ്. വേറെ ചിലരുടെ അഭിപ്രായ പ്രകാരം 10 ആണ് എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ ആൻസറുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇത് മനസ്സിലായിട്ടുണ്ടാവും വായിക്കാൻ, ഇത് വലിയ അത്ര ബുദ്ധിമുട്ടുള്ളതല്ല വായിക്കാൻ. മാഹുവ ദീവാനുൽ അറബ്, ദീവാനുൽ അറബ് എന്നറിയപ്പെടുന്ന ഷെറുൽ ജാഹിലി, ജാഹിലിയ കവിതകളെയാണ്. മല്ലദി വസഖ ഹയാത്തുൽ അറബി ഖദീമൻ വതഖാലിദഹും മാരികഹും, അറബികളുടെ ജീവിതത്തെ, പുരാതനമായ അവരുടെ ജീവിതത്തെ, അവരുടെ പാരമ്പര്യങ്ങളെ, അവരുടെ യുദ്ധങ്ങളെ ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അഷ്ഷറുൽ ജാഹിലി, ജാഹിലിയ കവിതകളാണ്. അതിനുശേഷം അഷ്ഷറുൽ ജാഹിലി, ജാഹിലിയ ഷെർ ഉത്ഭവിച്ചത് എവിടെയാണ്? വാദി നജ്ദ്, ഹിജാസിൽ, പിന്നെ അതിനെ ചുറ്റി നിൽക്കുന്ന, അതിൻ്റെ ചുറ്റപ്പെട്ട പ്രദേശങ്ങളിൽ, ജസീറത്തുൽ അറബിൻ്റെ വടക്ക് ഭാഗങ്ങളിലുള്ള അറേബ്യൻ ഉപദ്വീപിൻ്റെ ഒക്കെ നമ്മൾ പറഞ്ഞു പോയതാണ്. ഉദ്കുർ വാഹിദം മിൻ അഹമ്മി ഖസായിസി ഷെരിൽ ജാഹിലി, ഉദ്കുർ എന്ന് പറഞ്ഞാൽ നീ പറയുക, വാഹിദൻ ഒരെണ്ണം പറയുക, മിൻ അഹമ്മി ഖസായിസി, ഈ എഴുത്ത് പരീക്ഷയിലും നീ ഒരെണ്ണം എഴുതുക എന്നല്ലല്ലോ, നീ പറയുക എന്നല്ലേ പറയണത്. എഴുതുക എന്ന് പറഞ്ഞല്ലേ കുറച്ചുകൂടി നല്ലത്. ഒരെണ്ണം നീ പറയണം. എന്ത്? ജാഹിലിയ ഷെറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ നിന്ന് ഒരെണ്ണം പറയുക എന്നാണ്. 4-ാമത്തതിൻ്റെ ഉത്തരം എന്താണ്? അതിലിതുണ്ട് അൽ വാഖഇയ്യ, അതാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. പിന്നെ 5 ഉദ്കുർ സലാസത്തും മിൻ അഗ്റാദ് ഷെറിൽ ജാഹിലി, ജാഹിലിയ കവിതയുടെ ലക്ഷ്യങ്ങൾ, അതിൻ്റെ ഉദ്ദേശങ്ങളിൽ നിന്ന് 3 എണ്ണം നമ്മൾ പറഞ്ഞു പോയതാണ്. അൽ ഫഖർ, ഹമാസ, ഹിജാർ, റസാഖ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. മിൻ അഷ്ഗരി ഷുഅറാഇ അൽ ഹിക്മ, ഷുഅറാഉൽ ഹിക്മ ഫിൽ അസ്റിൽ അബ്ബാസി, ഫിൽ അസ്റിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസിദ്ധരായ ഷുഅറാഉൽ ഹിക്മ അതാരാണ്? സുഹൈർ ബിനു അബി സുൽമ, സുഹൈർ ബിനു അബി സുൽമ. ഹക്കീമു ഷുഅറാഇ, കവികളിലെ തത്വജ്ഞാനിയായ കവി എന്നറിയപ്പെടുന്ന ആളാണ് അദ്ദേഹം.
അതാണ് ആറാമത്തെ ചോദ്യം. ഹക്കീമുശ്ശുഅറാഇ. പിന്നെ മാഹിയൽ മുഅല്ലഖാത്ത്, മുഅല്ലഖാത്തുകൾ. ഹിയ അത് ഖസായിദുൻ തവീല, ദീർഘമായ കവിതകളാണ്. ഉഖ്തിറത്, അതിനെ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. മിനശ്ശൈരിൽ ജാഹിലി, ജാഹിലിയ കവിതയിൽ നിന്ന്. ലി ജൗദത്തിഹ, അതിൻ്റെ മേന്മയ്ക്ക് വേണ്ടി അതിനെ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. പിന്നെ മാഹിയൽ അസ്മാഉൽ ഉഖ്റ ലിൽ മുഅല്ലഖാത്ത്, മുഅല്ലഖകളുടെ മറ്റു പേരുകൾ ഒക്കെ നമ്മൾ പറഞ്ഞാണ്. ഇതിലുള്ളത് അസ്സബഉ തിവാൽ വസ്സുമൂദ് വൽ മുദ്ഹബാത്ത്. ഒമ്പതാമത്തെ ലിമാദ സുമ്മിയത്തിൽ മുഅല്ലഖാത്ത് ബിഹാദൽ ഇസ്മി, മുഅല്ലഖകൾക്ക് ഈ പേര് വരാനുണ്ടായ കാരണം എന്ത്, അത് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. കം അദദുൽ മുഅല്ലഖാത്ത്, മുഅല്ലഖകളുടെ എണ്ണം എത്ര, ഇതും പറഞ്ഞു പോയിട്ടുണ്ട്.